ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇത് J7 പ്രൈം എന്ന് പറയുന്ന ഒരു ഫോണാണ്. സാംസങ്ങിൻ്റെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫോണാണ് ഈ ഒരു J7 പ്രൈം എന്ന് പറയുന്ന ഒരു ഫോൺ. ഒരു മെറ്റൽ ബോഡിയോടുകൂടിയൊക്കെ മേക്ക് ചെയ്ത ഒരു ഫോണാണ് J7 പ്രൈം എന്ന് പറയുന്നത്. ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇതിൻ്റെ വോളിയം ബട്ടണും പവർ ബട്ടണൊന്നും വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ്. ഈ വോളിയം ബട്ടൺ പവർ ബട്ടണൊക്കെ പോയിരിക്കുകയാണ്. അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ കസ്റ്റമർ വേറൊരു കാര്യം കൂടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡിസ്പ്ലേയിൽ ഒരു ചെറിയൊരു ബ്ലാക്ക് സ്പോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് മാറ്റാൻ സാധിക്കുമോ, ഡിസ്പ്ലേ മാറാതെ മാറ്റാൻ സാധിക്കുമോ എന്നുകൂടി അവർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നപ്പോഴത്തേക്കും അവർ പല ഷോപ്പുകളിലും കൊടുത്ത് കാണിച്ചു നോക്കി ഈ ബ്ലാക്ക് സ്പോട്ട് മാറുന്നതിന് വേണ്ടി. അവരെല്ലാവരും പറഞ്ഞത് ഡിസ്പ്ലേ മാറിയാലേ ശരിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പല വീഡിയോയുടെയും താഴെ കമൻ്റായിട്ടും പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്ന ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ നമുക്ക് ഡിസ്പ്ലേ മാറാതെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ എന്നുകൂടി പലരും നമ്മുടെ പല വീഡിയോകളുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടി ഒരു 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 റീപ്ലൈ എന്നുള്ള രീതിയിലാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പവർ ബട്ടണും വോളിയം ബട്ടണൊക്കെ മാറുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു റിപ്പയറിംഗ് വീഡിയോ അല്ല, ഈ ഒരു ബ്ലാക്ക് സ്പോട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് പറയാൻ പോകുന്നത്. അതായത് ഇതേപോലെ ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതേപോലെ ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ നമുക്ക് ഡിസ്പ്ലേ മാറാതെ തന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് വലുതായിട്ട് പോയിട്ടുണ്ട്, നല്ല വലിയ ബ്ലാക്ക് സ്പോട്ട് വലിയ രീതിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മാറിയാലേ ശരിയാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ അത് ഒന്നോ രണ്ടോ ആയിക്കോട്ടെ, ഒന്ന് കൂടുതലോ ആയിക്കോട്ടെ, ചിലപ്പോൾ നമുക്കത് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, നമുക്കൊരു ബബിൾ റിമൂവർ മെഷീൻസ് എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. നമ്മുടെ ഗ്ലാസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ, അതായത് ഫോണിൻ്റെ ഗ്ലാസ് ചേഞ്ച് ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ ഇതേപോലുള്ള ബബിൾ റിമൂവിങ് മെഷീൻസ് ഉണ്ട്. ആ ഒരു ബബിൾ റിമൂവിങ് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് സ്പോട്ട്, ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകൾ നമുക്ക് ഡിസ്പ്ലേ മാറാതെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ നമുക്ക് ബബിൾ റിമൂവർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പല ഷോപ്പുകളിലും ഇതേപോലെ ബബിൾ റിമൂവർ മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് അവർ ബ്ലാക്ക് സ്പോട്ട് മാറ്റി കൊടുക്കുകയില്ല. മിക്കവാറും ഒക്കെ ടെക്നീഷ്യന്മാരാരും തന്നെ അങ്ങനെ ചെയ്യത്തില്ല. കാരണം അവർ ഡിസ്പ്ലേ മാറാനേ അവർ നിങ്ങളോട് നിർദ്ദേശിക്കുകയുള്ളൂ. പല ടെക്നീഷ്യന്മാരും നമുക്ക് ഇതേപോലെ ചെറിയ അതായത് ബബിൾ റിമൂവർ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ പോലും പലരും ഡിസ്പ്ലേ മാറണമെന്ന് കസ്റ്റമറോട് നിർദ്ദേശിച്ച് ഡിസ്പ്ലേ മാറാൻ കസ്റ്റമർ നിർബന്ധിതരാകാറുണ്ട്. അപ്പോൾ അതാണ് എന്നോട് ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് മാറാൻ സാധിക്കുമെന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ഫോണിൻ്റെ ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല, ഡിസ്പ്ലേയുടെ ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ചെറിയ സ്പോട്ടുകളൊക്കെ ഗ്ലാസ് റിമൂവിങ് മെഷീൻ ഉപയോഗിച്ച് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ബബിൾ റിമൂവിങ് മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ബ്ലാക്ക് സ്പോട്ട് മാറ്റിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ കണ്ടിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഗ്ലാസ് മോൾഫ അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളക്കുമ്പോൾ തന്നെ ഈ ഒരു ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ തുനിയുന്നില്ല. അപ്പോൾ ഇത് പൊട്ടിയിട്ടില്ല, ഗ്ലാസ് പൊട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ബബിൾ റിമൂവ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഇതേപോലുള്ള ചെറിയ സ്പോട്ടുകളൊക്കെ ഞാൻ മാറ്റി തരുന്ന കാണിച്ചു തരാമായിരുന്നു. അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു മൊബൈൽ വരട്ടെ, ഇതേപോലെ സ്പോട്ടായിട്ട് വരണത് വരട്ടെ, ഗ്ലാസ് പൊട്ടാത്ത സ്പോട്ടായിട്ട് വരണമെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.